സത്യത്തിൽ CPM ഒരു കാര്യം പറയണം, ഞങ്ങൾ ഇതാണ് ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ രവത ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്നതിനെ ന്യായീകരിക്കുമ്പോൾ എന്താണ് പരോക്ഷമായി ആ സമരം അനാവശ്യമായിരുന്നു, വെടിവയ്പ്പിനെ പോലും സാധൂകരിക്കുന്ന നിലയിലാണ് MV ഗോവിന്ദന്റെ പരാമർശം. കാരണം കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രവത ചന്ദ്രശേഖർ ഉൾപ്പെടെ മുഴുവൻ പേരെയും വെറുതെ വിട്ടു, അദ്ദേഹത്തെ മാത്രമല്ല. ആ കേസിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതിനെ സാധൂകരിക്കുന്നു, CPM അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ CPM ഒരു കാര്യം പരസ്യമായി സമ്മതിക്കുന്നു, ആ വെടിവയ്പ് യഥാർത്ഥത്തിൽ അനിവാര്യമായിരുന്നു എന്ന് പരോക്ഷമായി CPM സമ്മതിക്കുകയാണ്. അതാണ് പാർട്ടി സെക്രട്ടറിയുടെയും MV ജയരാജൻ്റെയും ന്യായീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ? കുറ്റവിമുക്തനാക്കിയത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, രവത ചന്ദ്രശേഖരൻ ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് MV ജയരാജൻ അസന്നിഗ്ധമായി പറയുമ്പോൾ വെടിവയ്പ്പിനെ CPM ന്യായീകരിക്കുകയാണ്. 6 സഖാക്കൾ മരണപ്പെട്ട, ഇത്രയും കാലം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ കേരളത്തിലാകെ ക്യാമ്പയിൻ നടത്തിയ ആ രക്തസാക്ഷികളോട് പോലും കാണിക്കുന്ന കൊടും ക്രൂരതയാണ് CPM ഇപ്പോൾ. അപ്പം അതുകൊണ്ട് CPM ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ MV ജയരാജ്, സ്ഥലത്തുണ്ടായിരുന്ന MV ജയരാജൻ അടക്കമുള്ളവരുടെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തോട് പൊതുമാപ്പ് പറയണം CPM. ഞങ്ങൾ 17 വർഷക്കാലം നിയമപരമായി പോരാട്ടം നടത്തി, നിരന്തരമായി ക്യാമ്പയിൻ നടത്തിയ കൂത്തുപറമ്പ് വെടിവയ്പ് അനിവാര്യമായിരുന്നു എന്നും അനാവശ്യമായ നിലയിലുള്ള അക്രമോത്സുക സമരമായിരുന്നു ഞങ്ങൾ നടത്തിയത്, അതിൻ്റെ പേരിൽ വെടിവയ്പ് അനിവാര്യമായി തീർന്നു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ CPM തയ്യാറാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്.